സ്വഹാബത്ത് ഇങ്ങനെ മറവയ്യാം ഉഹുദിന്റെ താഴ്വര ഉംറക്ക് പോകുമ്പോൾ കാണുന്നില്ലേ ഉഹുദിന്റെ താഴ്വര ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ആ സ്ഥലം, ശുഹദാ ഉഹുദ് കിടക്കുന്ന ആ സ്ഥലം, അവിടെ നൂറുകണക്കിന് സ്വഹാബിമാർ കിടന്നിട്ടുണ്ട്. നൂറുകണക്കിന് സ്വഹാബിമാർ. മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അവിടെ മറവ് ചെയ്യപ്പെട്ട സ്വഹാബിയാണ്. അവരുടെ കൂടെയുണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളന്ന് ഉഹദിൽ ബഹുമാനപ്പെട്ട എന്റെ ഉപ്പയെയും ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും ഒരു ഖബറിലാണെന്ന് മറവ് ചെയ്തത്. കാരണം ഒരുപാട് ഖബർ ഒഴിക്കാൻ കഴിയില്ല, ഉറച്ച മണ്ണല്ലേ, ഉറച്ച പാറ പോലത്തെ നാടാണ്, ഒരുപാട് ഖബർ ഒഴിക്കാൻ പറ്റൂല. ഒന്നിലേറെ മയ്യത്തുകളെ ശുഹദാക്കളെ ഒരു ഖബറിൽ മറവ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ കൊണ്ടുവന്നപ്പോ കൈ ഇങ്ങനെ നെറ്റിയിൽ കിടക്കുക, കൈ പിടിച്ചിട്ട് നിവരുന്നില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വാപ്പയെ അബ്ദുല്ലാഹി തങ്ങളെ താഴെ കിടത്തി, അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു മേലെ കിടത്തി. എന്തേ കാരണം എന്നറിയോ? കൈ നിവർത്തിയിട്ട് നിവരുന്നില്ല, കൈ ഇങ്ങനെ ഉറച്ചുപോയി. എൻ്റെ പരിചയം എനിക്ക് വളരെ അറിയുന്ന ഒരാളുണ്ട് അവിടെ ഷാർജയിൽ. അദ്ദേഹം ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം ഷിപ്പിൽ ഫ്രീസറിൻ്റെ റൂം ഉണ്ടാവും, നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ പോലെ ഫ്രീസർ റൂമുകൾ. ഞാൻ ആ റൂം കണ്ടും ചെയ്തു. അദ്ദേഹം അന്നൊരിക്കൽ ആ റൂമിൽ കയറിയതാ എന്തോ സാധനം എടുക്കാൻ വേണ്ടി. റൂമിൻ്റെ വാതിലും അടഞ്ഞുപോയി. എങ്ങനെ വിളിച്ചിട്ടും ആരും കേൾക്കണില്ല. ഷിപ്പല്ലേ, അതിൻ്റെ ഒച്ചപ്പാടും ബഹളം. ജോലി ചെയ്യുന്ന ഡ്രിൽ, നമ്മുടെ ഈ ഓയിൽ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു കപ്പലാണത്. സുബ്ഹാനല്ലാഹ്, കൂടെയുള്ള പാകിസ്ഥാനികളും മറ്റു രാജ്യക്ക് ആരും വന്നില്ല. അദ്ദേഹം പറയാൻ, ഞാൻ കയ്യും കാലൊക്കെ ഒന്ന് നീർത്തി വെച്ചിട്ട് അവിടെ കടന്നു. കാരണം ഫ്രീസറിൻ്റെ ഉള്ളിലാണ്, എങ്ങാനും മരിച്ചുപോയ കയ്യും കാലൊക്കെ ഉറച്ചു പോകൂലേ, അപ്പോൾ പിന്നെ നിർത്തിയാൽ കിട്ടൂല. അതുകൊണ്ട് ഞാൻ തന്നെ നിർത്തിയിട്ട് കെലിമയും ചൊല്ലി ഒരൊറ്റ കടത്തം കടന്നു. ഞാൻ ആ റൂം പോയി കണ്ടുട്ടോ. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ്റെ ധൈര്യം, അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇന്നും ആഫിയത്തും സലാമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം അങ്ങ് തൃശ്ശൂർ ജില്ലക്കാരനാണ്. കടത്തം കടന്നു. അപ്പോഴുണ്ട് ഒരു പാകിസ്ഥാനി വന്ന് ഡോറാണ് തുറന്നു. എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം ഓടിയായിരുന്നു പുറത്തേക്ക്. സുബ്ഹാനല്ലാഹ്, സക്കറാത്ത് കിടന്ന് അവസാന ശ്വാസം വലിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഒരാൾ തുറന്ന് ഡോറുന്നു. അള്ളാഹു തആല മരിക്കാൻ നേരാക്കിയിട്ടില്ല, അള്ളാഹിൻ്റെ തീരുമാനമായിട്ടില്ല. ഇതന്നെ എന്തെന്നറിയോ? കുറച്ച് നേരം കഴിഞ്ഞാൽ ശരീരം ഉറച്ചു പോകും. അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം തണുത്തപ്പോൾ കൈ നെറ്റിയിലാണ്. കൈ പറിച്ചിട്ട് കിട്ടിയില്ല. കൈ ഇങ്ങനെ വലിച്ചു നോക്കി, കിട്ടിയില്ല. അങ്ങനെ കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് അവിടെ മുറിവാണ്, അവിടെ അമ്പ് തറച്ചതാണ്. ആ അമ്പ് തറച്ചിട്ട് അത് എടുക്കാൻ വേണ്ടി കൈ വലിച്ചപ്പോഴാണ് അങ്ങനെ കൈ പിടിച്ചിട്ടാണ് മരിക്കുന്നത്. ആ കൈ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരെ മറവ് ചെയ്തതെന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാൻ. എങ്ങനെ? നെറ്റിയിലാണ് കൈ. എൻ്റെ വാപ്പ താഴെ, അതിൻ്റെ മുകളിൽ അംർ ഇബ്നു ജമൂഹ് തങ്ങളുടെ കൈ ഇങ്ങനെ നെറ്റിയിൽ വെച്ചിട്ട് നിവർത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ മറവ് ചെയ്തു. 40 കൊല്ലം കഴിഞ്ഞ് മദീനയിൽ വലിയൊരു മഴ പെയ്തു. ആ മഴയിൽ ഒരുപാട് ഖബറുകൾ പുറത്തായി, മേലുള്ള മണ്ണൊക്കെ ഒഴിച്ചു പോയപ്പോൾ. 40 കൊല്ലം കഴിഞ്ഞു ഈ സംഭവം നടക്കുമ്പോൾ. ജാബിർ റളിയല്ലാഹു അൻഹു കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്, ഇപ്പൊ പ്രായമായിട്ടുണ്ട്. ആ സമയത്ത് ഒരിക്കലൂടെ വാപ്പയെ കാണാൻ അവസരം ഉണ്ടായി, അംർ ഇബ്നുൽ ജമൂഹ് തങ്ങളെയും. അള്ളാഹിന്റെ ശുഹദാ, അള്ളാഹുവിന് വേണ്ടി ഷഹീദാകുന്ന ആളുകൾ ആരെയും മണ്ണ് തിന്നുകയില്ലെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ അള്ളാഹു ചെയ്തൊരു പണിയായിരുന്നു അത്. 40 കൊല്ലം കഴിഞ്ഞിട്ട് മഴ പെയ്തു. ഖബറിന്റെ മേലത്തെ മണ്ണൊക്കെ പോയപ്പോ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കിടക്കുന്ന ഖബർ പുറത്തായി. ആ തുണിക്കഷ്ണം എങ്ങനെയാണോ 40 കൊല്ലം മുമ്പ് മറവ് ചെയ്തത്, അതുപോലെ ശരീരത്തിന് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. 40 കൊല്ലം കഴിഞ്ഞിട്ട് അടിയിൽ കിടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ വാപ്പ, ജാബിർ തങ്ങളുടെ വാപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ഒരു സംഭവം, ഒരു കുഴപ്പം പറ്റിയില്ല. വാപ്പ അവിടെ താഴെയുണ്ട്, മേലുണ്ട്. അംർ ഇബ്നു ജമൂഹ് തങ്ങൾ ഞങ്ങൾ രണ്ടാമത് ഒന്ന് കഫൻ ചെയ്യാൻ കൊണ്ടുവന്നു. കാരണം വസ്ത്രമൊക്കെ നീങ്ങിയല്ലോ, രണ്ടാമത് കഫൻ ചെയ്യണം. അപ്പോ പഴയ പോലെ 40 കൊല്ലം മുമ്പ് മറവ് ചെയ്തതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും സ്വഹീഹായി ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണിത്. കൈ ഇങ്ങനെ 40 കൊല്ലം മുമ്പ് പിടിച്ചപ്പോൾ കിട്ടിയില്ലല്ലോ. ആ കൈ ഞാനൊന്ന് വലിച്ചു നോക്കി, ഒന്ന് നീരോ എന്ന് വിചാരിച്ചിട്ട്, ഒന്ന് നിവർത്താൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് കഫൻ ചെയ്ത് മറവ് ചെയ്യാൻ കൊണ്ടുപോവാണ്. ഞാൻ ആ കൈ ഇങ്ങനെ നെറ്റിന്നങ്ങ് വലിച്ചപ്പോൾ ആ മുറിവിൽ നിന്ന് ചോര പൊടിഞ്ഞു എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാം. ചോര വന്നു 40 കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പൊ ഞാൻ കൈ അവിടെ തന്നെ വെച്ചു. അങ്ങനെ രണ്ടാമതും മറവ് ചെയ്യപ്പെട്ട സുഹാബിയാണ് ഈ പറഞ്ഞ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ ഈ മുടന്തം കാല കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് നബിയെ, എനിക്ക് അവസരം തരണം, ഞാൻ പോവുകയാണ് യുദ്ധത്തിലേക്ക്.
അങ്ങനെ ഉഹദിലേക്ക് പോകണമെന്ന് നബി തങ്ങളോട് ചോദിച്ചു വാങ്ങിയ സ്വഹാബിയാണ് മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അംർ ഇബ്നുൽ ജമൂഹ് അവരുടെ മുടന്തങ്കാല് കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നത് എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു. വേറൊരു സ്വഹാബിയുണ്ട് നബി തങ്ങൾക്ക്, ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്തൊരു സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവരെ, ബലീഉൽ അർളി, ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞ സ്വഹാബിയാണ്. ബലീഉൽ അർള്, മറവ് കഫൻ ചെയ്യേണ്ടി വന്നിട്ടില്ല, കുളിപ്പിക്കേണ്ടി വന്നിട്ടില്ല, ഖബർ കുഴിക്കേണ്ടി വന്നിട്ടില്ല. ഭൂമി ഖബറിലേക്ക് എടുത്തു കൊണ്ടുപോയി ശത്രുക്കളാൽ വധിക്കപ്പെട്ട മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവരെ പിടിച്ചുകൊണ്ടുവന്ന ചരിത്രം നിങ്ങൾക്കറിയുമായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് പകരം തൂക്കുകയറിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിട്ടയക്കാം. ഇങ്ങനെ തൂക്കുമരത്തിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്തിന്? മുസ്ലിമായതിന്റെ പേരിൽ ക്രൂശിക്കുകയാണ്. ശത്രുക്കൾ ചോദിച്ചു, ഖുബൈബ്, ഈ തൂക്കുകയറിന്റെ താഴെ നിങ്ങൾക്ക് പകരം മുഹമ്മദ് നബി ആവണമെന്ന് ഞാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞാൽ, നബിയെ കൊണ്ടുവരുന്നു വേണ്ട, അത് നീ പറഞ്ഞാൽ ഞങ്ങൾ റിലീസാക്കി തരാം. ഞാൻ പറയൂല. എന്റെ വീട്ടിൽ ഞാൻ എന്റെ മക്കളോടൊപ്പം ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോ എന്റെ നബിയുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും എനിക്കത് പൊരുത്തമല്ല എന്ന് പറഞ്ഞപ്പോ ഇഞ്ചിഞ്ചായി വധിക്കാൻ തയ്യാറായി ശത്രുക്കൾ. ബഹുമാനപ്പെട്ടവരെ ചോദിച്ചു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ? നിസ്കരിച്ചോളൂ. അവസാനത്തെ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാറുണ്ട് അറബികൾ. അങ്ങനെ അവസാനത്തെ 2 റക്അത്ത് നിസ്കരിക്കാൻ. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ഞാൻ മരണത്തെ പേടിക്കുന്ന ആളാണെന്ന് നിങ്ങൾ പറയില്ലായിരുന്നുവെങ്കിൽ ഈ നിസ്കാരം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയേനെ. പക്ഷെ നിങ്ങൾ പറയും മരിക്കാൻ പേടിയായിട്ട് ഖുബൈബ് ഇങ്ങനെ നീട്ടി നിസ്കരിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എന്റെ നിസ്കാരം അവസാനിപ്പിക്കുന്നത്. വല്ലാഹി ലൗലാ അൻ തഹ്സിബു അന്നമാ ബി ജസഉൻ ലസിത്തു. നിങ്ങൾക്ക് ഈ തോന്നൽ വരില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് എന്റെ റബ്ബിനോട് നിസ്കരിക്കുമായിരുന്നു. അല്ലാഹുമ്മ അഹ്സിഹിം അദദാ, ഈ ശത്രുക്കളെ നീ എണ്ണം കുറക്കണേ. വഖ്തുൽഹും ബദദാ, അവരെ നീ നശിപ്പിക്കണേ. വലാ തുബ്ഖി മിൻഹും അഹദാ, ആരെയും വെച്ചേക്കല്ലേ എന്ന് പാട്ടുപാടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്ത മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിലായി ബഹുമാനപ്പെട്ടവരെ വധിച്ച് താഴെ കിടക്കുകയാണ്. മറവ് ചെയ്യണോ, എവിടെയെങ്കിലും കൊണ്ടുപോയി എറിയണോ എന്ന് ശത്രുക്കൾ ഇങ്ങനെ തീരുമാനിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും മയ്യത്ത് കാണാനില്ല. ബലീഉൽ അർളി, ഭൂമി ആ പരിശുദ്ധമായ ശരീരം ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ ബലീഉൽ അർള്, ഭൂമി വിഴുങ്ങിക്കഴിഞ്ഞ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു. ചരിത്രം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹുസ്നുൽ ഖാത്തിമ